Morning light breaking through the eastern hills, just you and me, while the earth stands still. Dashboard dreams of what could be in the great unknown. We have no map, we got no plans, just open road. Say you'll stay with me forever, say you'll be my only love. We can make it through whatever, say you'll be my only love. In this day, we got the whole world at our feet. We'll take our time, yeah, we'll be who we wanna be. Under this sky, I'm so alive when you're with me. This open door, this empty page for the heart set free. Say you'll stay with me forever, say you'll be my only love. We can make it through whatever, say you'll be my only love. Say you'll be സുഖസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മൂന്നാം ദിവസം ഗിരിയിലേക്കാണ് വിവാഹ
അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നപ്പോൾ യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് വെള്ളം കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കണമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം പക്കോളം നിറച്ച് ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുമെന്ന് പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവർ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചയം അറിഞ്ഞിരുന്നു. അവർ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തിരക്കും. എന്നാൽ നീ നല്ല വീഞ്ഞ യേശു ഇതുവരെയും സൂക്ഷിച്ചു വെച്ചല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലേക്ക് ആര് ചെയ്ത ഈ അത്ഭുതം. അവൻ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു.
ഡയറക്ടേഴ്സ് ശ്രദ്ധിക്കുക, ഒരു സൈഡിൽ തന്നെ ഫോട്ടോ എടുക്കുവാനായിട്ട് നിലവിൽ ചെയ്യുക. കൂടെ വിശുദ്ധ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ദൈവത്തിൻ്റെ രണ്ട് സാക്ഷികൾ
കൂദാശയോഗത്തോട് പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും ദുരിതത്തെയും മറന്നുകളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായ രാജാവിനെ ഞങ്ങൾ സന്ദർശിക്കും. തോഴികളായ ലംഘനമാർ നമ്മളെ അനുഗമിക്കും. നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാൽ നിന്റെ മക്കൾ മേശയുടെ ചുറ്റും സൈത്തമുളകൾ പോലെയുമായിരിക്കും. പരിശുദ്ധാത്മാവിൻ സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതെന്നാൽ നിന്നെ ആശ്രയിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിയോട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും ബോധപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെ നാഥനും സ്രഷ്ടാവാകുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ നിഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് ചിന്തിക്കുക. നമുക്ക് മാർഗ്ഗദൈവമായിരിക്കട്ടെ. ജീവനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദത്തിൽ പാടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സുഹൃതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യനും ബലവാനും ഭക്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത് എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവജ്ഞനായ ഭരണകർത്താവിന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെ ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തരം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരൻ വിശുദ്ധ പൗലോസ്ലീഹ എഫേസസിലെ എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന്
ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവേ. എന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയോ അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കഴുകി വചനത്താൽ നന്മയുള്ളതാക്കി. ഇത് അവളെ തലയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായ തന്നെ പ്രതിഷ്ഠിക്കുന്നതിനോ അവർ കടത്തരഹിതയോ പരിശുദ്ധമായിരിക്കുന്നതിനു വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയോ പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവന്റെ ശരീരത്തിന് അവയവങ്ങളല്ല. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെ മാതാവിനെ വിട്ട് ഭാര്യയോട് ചെയ്യുന്നു. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയുടെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. Hallelujah, hallelujah.
ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. മാമോദീസ എന്ന കൂദാശയിലൂടെ കത്തോലിക്കാ സഭയിൽ അംഗങ്ങളായി സ്ഥൈര്യപരമായ കൂദാശയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ് അനുരഞ്ജന കൂദാശയിലൂടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് വിശുദ്ധ കുർബാനയായ കൂദാശയിലൂടെ ഈശോയുടെ തിരുശരീരങ്ങളാൽ പരിപുഷ്ടരായി ഇപ്പോൾ വിവാഹ കൂദാശയിലൂടെ തമ്പുരാന്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായ ഗാർഹിക സഭയായ പുതിയ കുടുംബത്തിന് ഇവർ രൂപം നൽകുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്ന റോബിനും സാന്ദ്രയ്ക്കും എല്ലാവിധ മംഗളാശംസകളും സ്നേഹപൂർവ്വം നേരുകയാണ്. ഇന്ന് റോബിൻ്റെ ജന്മദിനം കൂടിയാണ്. പ്രത്യേകിച്ച് വിവാഹവും ജന്മദിനം ഒരേ ദിവസം വരുന്നതൊക്കെ നമ്മുടെ ഓർമ്മകൾ മനസ്സിലാക്കുവാനും ദൈവം തന്ന അസുലഭമായ ഈ ലോക ജീവിതത്തിൽ നന്ദി പ്രകാശിപ്പിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. വിവാഹം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മംഗളകരമായത്, ശ്രേഷ്ഠമായതാണ്. ജീവിതത്തിൽ ദൈവം നൽകിയ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം ഇനിയും തമ്പുരാൻ തരുന്ന അനുഗ്രഹങ്ങൾക്ക് ജീവിതത്തിൻ്റെ സാക്ഷികളാവുകയാണ് അവരുടെ കുടുംബ ജീവിതത്തിലൂടെ. വിവാഹം എന്ന കൂദാശ ഈശോ തന്നെ നേരിട്ട് സ്ഥാപിച്ചതാണ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഈശോ തന്നെ അത് പറയുന്നുണ്ട്. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ ഏർപ്പെടുത്താതിരിക്കട്ടെ. കുട്ടനാടിലെ അടുത്തുവ പ്രദേശത്ത് ഈ രണ്ട് മക്കളും വളർന്ന് അവരവരുടേതായിട്ടുള്ള രീതിയിൽ സ്വന്തം നിൽക്കുവാൻ ധാണിയായി കുടുംബജീവിതം നയിക്കുവാനായിട്ട് ഉറച്ച ബോധ്യത്തോടുകൂടിയാണ് ഇവിടെ ആയിരിക്കുന്നത്. അവരെ വളർത്തി വലുതാക്കി മാതാപിതാക്കളെ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇവരുടെ വിവാഹ ജീവിതത്തിൻ്റെ മാതൃകളായിട്ട് നിൽക്കേണ്ടത് ഇവരുടെ മാതാപിതാക്കളുടെ ജീവിതമാണെന്ന് തന്നെയാണ്. ഇതുകൊണ്ടാണ് ഈശോ പറയുക, ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യന് ഏർപ്പെടുത്താതിരിക്കട്ടെ. എനിക്കിവരെ കണ്ട് പരിചയം മാത്രമേ ഉള്ളൂ. റോബിനെ ഒരാഴ്ചയായിട്ടുള്ള പരിചയമുള്ളൂ. പക്ഷേ റോബിൻ്റെയും സാന്ദ്രയുടെയും ഇവിടെ വന്നിരിക്കുന്ന ബന്ധുക്കളെയൊക്കെ പലരെയും എനിക്കറിയാം. ഞാനിരുന്ന പള്ളികളിൽ അവർ വ്യത്യസ്തമായ ശുശ്രൂഷകൾ ചെയ്ത് അച്ഛന്മാരെയും സഭയോടും ഇടവക പള്ളിയോടും ഒക്കെ ഒത്തിരിയേറെ കടപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന പലരും. അപ്പോൾ തന്നെ നമ്മുടെ കുടുംബത്തിൽ ധാരാളം ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു കുടുംബമാണ്. അപ്പോൾ രണ്ടുപേരുടെയും എന്ന് പറയുന്നതിന് തെല്ലും അതിശയോക്തിയില്ല. നമുക്കറിയാം, വൈവാഹിക ജീവിതത്തിൽ ഏറെ പ്രതിസന്ധികളുടെയും ബുദ്ധിമുട്ടുകളുടെയും സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് കുടുംബജീവിതത്തിൻ്റെ ശ്രേഷ്ഠത. അല്ലെങ്കിൽ ഇത് മരണം വരെ തുടർന്നുകൊണ്ട് പോകേണ്ടതിൻ്റെ ആ ഒരു ശക്തി ഇന്ന് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരെടുത്തെടുക്കാൻ പോകുന്ന ദൗത്യം, ഉത്തരവാദിത്വം അത് വളരെ വലുതാണ്. ഇവരെ വിവാഹ ജീവിതത്തിലൂടെ എടുക്കുന്ന പ്രതിജ്ഞയുണ്ട്. ഇന്നു മുതൽ മരണം വരെ സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പരം വിശ്വസ്തയോടെ ഏകമനസ്സോടെ ജീവിച്ചുള്ള സുവിശേഷം സാക്ഷിയാക്കി പ്രതിജ്ഞ ചെയ്യുന്നു. സുവിശേഷം കർത്താവിൻ്റെ വചനമാണ്, കർത്താവ് തന്നെയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് മാറിപ്പോകുമ്പോഴാണ് ബന്ധങ്ങൾ ആർദ്രത നഷ്ടപ്പെടുത്തി ബന്ധനങ്ങളായി മാറുന്നത്. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ ആരംഭിക്കാൻ പോകുന്ന ജീവിതം അത്ര സുഖകരമായിരിക്കില്ല. സുഖദുഃഖ സമ്മിശ്രമാണ് കുടുംബജീവിതം. അപ്രകാരം പരസ്പരം വിധേയത്വത്തോടുകൂടി പരസ്പരം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതാണ് ഇന്നത്തെ വായനകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓരോസ്ലിയ പറയുകയാണ്, ഭാര്യ ഭർത്താവിൻ്റെ ശിരസ്സാണ്, ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ആ ശിരസിനെ ബന്ധിപ്പിക്കുന്നത് ക്രിസ്തുവാകുന്ന ഏക ശരീരത്തിലെ ക്രിസ്തു എന്ന ശിരസിലൂടെയാണ്. അതുകൊണ്ടാണ് ഫുണ്ടേഷൻ പ്രകാരം പറയുക, വിവാഹ ജീവിതത്തിൽ 2 പേരല്ല 3 പേരാണ്. കർത്താവ്, ഭർത്താവ്, ഭാര്യയും. കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു. കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു. ഇന്ന് പലപ്പോഴും നമ്മുടെ സാമ്പത്തിക മേൽക്കോയ്മയ്ക്കും അടയാഭരണങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കത്തില്ല. സുഭാഷിതത്തിന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ ഒരു ഭാര്യ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. സാന്ദ്ര പലപ്പോഴും ഇതൊന്ന് വായിക്കണം കേട്ടോ. സുഭാഷിതം 30-ാം അധ്യായം ഒരു ഭാര്യയുടെ ഉത്തമമായ കടമകൾ നിർവഹിക്കുന്നുണ്ട്. ഈ ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാരെല്ലാം അത് വായിക്കുന്നത് നല്ലതാണ്. പകുതി കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളുമാണ്. അത് നിങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ടാകും. പക്ഷേ ജീവിതത്തിൻ്റെ ചില സമയങ്ങളിൽ നമ്മൾ വഴുതി. അപ്പോൾ ഭാര്യയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് സുഭാഷിത പുസ്തകം പറയുന്നു.
ലാബ് നമ്മൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രധാനമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിരാവിലെ എഴുന്നേൽക്കുകയാണ്. ഇന്നത്തെ ചെറുപ്പക്കാരികളായ ഭാര്യമാർക്ക് അത് ബുദ്ധിമുട്ടാണ്. അമ്മായിയമ്മയുടെ ഏറ്റവും കുഴക്കുന്നത് അതിനായിരിക്കും. അതിരാവിലെ എഴുന്നേൽക്കും. കുഴപ്പമില്ല. ഇവരുടെ ഒരു വിദേശത്ത് കൊണ്ടുപോയി കുഴപ്പമില്ല. ഇവിടുത്തെ രാത്രി അവിടുത്തെ പകൽ, ഇവിടുത്തെ രാത്രി അവിടെ കുഴപ്പമില്ല. അപ്പം അതിരാവിലെ എഴുന്നേൽക്കും. ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യണം. ഭർത്താവ് വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുവാനായിട്ടാണ് സുഭാഷിതൻ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ കുടുംബജീവിതമാവുന്ന മുന്തിരിച്ചെടിയിൽ വെള്ളമൊഴിച്ച് നനയ്ക്കേണ്ടത് ഭാര്യയാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നത്. ഭർത്താവിനെ പറ്റി പൗലോസ്ലീഹ എഫേസ്യരുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്. റോബിനൊന്ന് വായിക്കണം. ഇപ്പൊ നമ്മൾ വായിച്ചു കേട്ടു. ഭാര്യയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വിധേയത്തോടെ പെരുമാറുകയും ചെയ്യാം. അതിനെ സൂചിപ്പിക്കുന്ന കർമ്മങ്ങളാണ് ഇന്നിവിടെ നടക്കുന്നത്. പരസ്പരം അണിയുന്ന മോതിരങ്ങൾ വിശ്വസ്തതയുടെ അടയാളമാണ്. ഭർത്താവ് ഭാര്യയുടെ കഴുത്തിലേക്ക് കെട്ടുന്ന താലി അത് മരണം വരെ നിലനിൽക്കേണ്ടതാണ്. കുട്ടനാട്ടിലെ അമ്മച്ചിമാരൊക്കെ പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മാല പണയം വെക്കാറുണ്ട്. എനിക്കതിൻ്റെ നിർബന്ധമുണ്ടോ? പക്ഷെ താലി എടുത്തിട്ടാണ് മാല പണയം കഴിക്കുന്നത്. പണയം വെച്ചിട്ടുള്ളവരറിയാം. ഇവിടെ ഈ അമ്മച്ചിമാരുടെ കഴുത്തിൽ കല്യാണം കഴിഞ്ഞവരുടെ എത്ര പേരുടെ കഴുത്തിൽ താലിയുണ്ടോ? ഒന്ന് നോക്കിയുണ്ടോ? ഭർത്താവ് ജീവിച്ചിട്ടുണ്ട്, പക്ഷെ താലി കാണത്തില്ല. കാരണം താലിക്ക് പകരം വേറെ നെക്ലസ് മാലയും വേറെ വലിയ മാലയും കണ്ടിട്ടുണ്ട് കല്യാണങ്ങൾക്ക് വരുന്നത്. ശ്രദ്ധിക്കണം, ഇത് ദൈവം യോജിപ്പിച്ചതാണ്. അപ്പൊ നിങ്ങൾ ഈ മരണം വരെ ഈ താലിയോടുള്ള ബഹുമാനവും ആദരവും അത് കർത്താവിനോടുള്ള ആദരവും ബഹുമാനവുമാണ്. നമ്മൾ ഒരാൾ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടില് നമ്മുടെ അമ്മ മരിച്ച അമ്മച്ചിയുടെ താലി നമ്മൾ എവിടെ കൊണ്ടാണ് പറയുന്നത്? പള്ളിയിൽ അല്ലേ? താലി അത് പള്ളിയിൽ കൊണ്ടുകൊടുക്കും. എന്തിനാ? ആത്മീകാരിച്ച് മോതിരം ഉണ്ടാക്കാൻ വേണ്ടിയാണ്? അല്ല, അത് ആ താലി പല താലികളും കൂട്ടിച്ചേർത്ത് വിശുദ്ധ കുർബാനയിൽ വൈദികൻ വഹിക്കുന്ന കാസയും പീലാസയും സ്വർണ്ണം പൂശാനാണ് ഉപയോഗിക്കുക. അപ്പോൾ എന്തൊരു മനോഹരമായ കർമ്മമാണ്. നമുക്കറിയാമല്ലോ ഈ താലിയുടെ ഉപയോഗം. അച്ഛനും കൈകാര്യമായിട്ടുള്ളത് വിൽക്കത്തില്ല. അത് നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന കാസയിൽ പൂശാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ എന്തുമാത്രം പവിത്രമായിട്ടാണ് ആ താലി നമ്മൾ സൂക്ഷിക്കേണ്ടത്. ചെറുക്കൻ പെണ്ണിന്റെ ശിരസിലേക്ക് മന്ത്രകോടി ഇടുന്നു. എന്താണ് അതിനർത്ഥം? പൂർണ്ണമായും നിന്നെ സുരക്ഷിതമായിട്ട് ഈ ലോക ജീവിതത്തിൽ സംരക്ഷിച്ചു കൊള്ളാമെന്നുള്ള വാഗ്ദാനം എടുക്കുകയാണ്. പിന്നീട് അവരെ സുവിശേഷത്തിൽ കൈവരിച്ച് എടുക്കുന്ന പ്രതിജ്ഞ. ഓരോ കർമ്മങ്ങൾക്കും അർത്ഥമുണ്ട്. ഈ അർത്ഥം ജീവിതകാലം മുഴുവനും പ്രാവർത്തികമാക്കുവാൻ ഇവർക്ക് ശക്തി കൊടുക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥനകൾ വഴിയായിട്ടാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഈ വിവാഹത്തിന്റെ പ്രത്യേകമായിട്ടുള്ള മംഗളങ്ങൾ നേടുകയാണ്. ഇവരുടെ കുടുംബ ജീവിതത്തിൽ സകല വിശുദ്ധരുടെയും ഏറെ പ്രത്യേകമായി തിരുക്കുടുംബത്തിന്റെ സംരക്ഷകരായ ഔസേപിതാവിന്റെയും മാതാവിന്റെയും ആതിഥ്യം ധാരാളം ഉണ്ടാകും. ഇത് രണ്ടുപേരുടെയും ഇടവക മര്യാദവും പരിചയമാണ്. പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ദേവാലയങ്ങളാണ്. പരിശുദ്ധ അമ്മയെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നത്. കാരണം അമ്മ കുടുംബജീവിതത്തിന്റെ സകല സ്വപ്നങ്ങളോടെ കടന്നുപോയവരാണ്. യാതൊരു പരാതിയും പരിഭവവും ഇല്ലാതെ അവിടെയൊക്കെ അവരുടെ ഒറ്റക്കെട്ടായ മുന്നോട്ട് പോകുന്ന ഒരു ശൈലി പരിശുദ്ധ തിരുക്കുടുംബത്തിൽ നമുക്ക് യാചിക്കാം. പ്രത്യേകിച്ച് ഈ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വിവാഹത്തിലാകാൻ പോകുന്ന ഇവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ വിവാഹ ജീവിതത്തിലെ എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു. നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹമെന്ന കൂതാശമായി ബന്ധുരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവേ വധൂവരന്മാരുടെ മേൽ കരുണ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്റെ മണവാട്ടിയ സഭയ്ക്ക് വേണ്ടി സ്വജീവനർപ്പിച്ച സ്വർഗീയ മണവാള പരസ്പര സ്നേഹത്തിലുമായി ഇതിനം ത്യാഗപൂർണ്ണമായ ജീവിതം നയിക്കുവാൻ സകലരെയും ക്ഷണിക്കുന്ന വിശുദ്ധരെ നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന് അഭ്യർത്ഥിയെ പറ്റി പഠിപ്പിച്ച വിശുദ്ധായ പരസ്പര വിശ്വസ്തയോടും ചാരിത്രശക്തിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ
പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തി സമാധാനത്തിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിട നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ ചെറുക്രമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. യോഗ്യതയുടെ പരിതപം ചെയ്യുന്നതിന് പുരോഹിതനക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്ക് എല്ലാവരും ഭക്തിയോടും ശ്രദ്ധയോടുകൂടി മൗനമായി പ്രാർത്ഥിക്കാം. ജീവിതസഭ്യം നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനം ഞങ്ങൾ വാഴ്ത്തുന്നു. ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂതാശ യോഗ്യതയുടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണം. അങ്ങയുടെ കൃപാവര സമർത്ഥമായി ചെയ്യുവാൻ പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സും പൂർണ്ണമായ സമ്മതത്തോടുകൂടി മറിയാമിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. മറിയാം വിശുദ്ധായുടെ ദൈവം തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോട് പൂർണ്ണമായ സമ്മതത്തോടുകൂടി ആന്റണി നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുകയും സ്നേഹത്തോടെ മനസ്സിലാക്കിയതോടുകൂടി കുടുംബജീവിതം നയിക്കുവാനുള്ള നിങ്ങളെ വിവാഹത്താൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കുരിശുമരണം വഴി തിരുസഭയപദമായി സ്വീകരിച്ച കർത്താവേ, നിന്റെ വിശ്വസ്തതയിലും സ്നേഹത്തിൽ വധുവരന്മാരെ ഉന്നതിക്കുന്ന ഈ താലീയതയാപൂർവ്വം ആശീർവദിക്കണമേ. ഐക്യത്തിന് പ്രതീകമായ താല്പര്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിൽ ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷത്തോടെ സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായ നിന്റെ കുരിശീലത്തിൽ ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അനുസൃത വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അനുകരിക്കുന്ന കാരണവനായ കർത്താവേ, ഈ മന്ത്രമോടിയെ ആശീർവദിക്കണമേ. പൂർണ്ണമായ സമർപ്പണവും പരസ്പര സ്നേഹം വഴി നിന്നെ ധരിക്കുവാൻ ഭക്തിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ ലോകത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ.
ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസനയോടുകൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാവുന്ന വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരങ്ങളെ കുറിച്ച് ആശീർവാദം ചെയ്യുകയും ആന്തരിക സൗന്ദര്യത്താൽ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാൽ അവിടെ നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടെ നിങ്ങളെ ചൊരിയട്ടെ. ദൈവത്തിന്റെ മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടെ യോഗ്യരാകുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമൂല്യമായ ശരീരത്തിനുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരോട് സ്വീകരിക്കാം. പൂർണ്ണതയോടും വലിയ മനസ്സോടുകൂടെ നമുക്ക് നിത്യജീവന്റെ ദാനം സ്വീകരിക്കാം. നിഷ്കളങ്കമായ പ്രവർത്തനങ്ങളും അഗാധമായ മനസ്താപത്തോടും കൂടെ സഭയുടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. അനുതാപ നിർവാഹനത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാവങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചും സഹോദരന്റെ പരിശ്രമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിലെ നാഥനായ ദൈവത്തോട് കൃപയും ഭാവത്തിനെ യാചിക്കുകയും ചെയ്യാം. സർവശക്തനോടും സ്തുതിക്കുവാൻ നമ്മുടെ അധ്യാപനം ചെയ്യണം.
ദൈവമേ, കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകുന്ന വിശ്വാസത്തോടെ അങ്ങയുടെ സ്ഥലത്തിൽ എപ്പോഴും നമ്മുടെ ഹൃദയവും പ്രസന്നമുള്ളതിനും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോകത്തിൽ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശുദ്ധനായ സർവ്വേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപരനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയുടെ സൈന്യം ഞങ്ങളെ രക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം. അങ്ങയുടെ ആത്മാവോടുകൂടെ ജീവിതനായ നിങ്ങൾ പ്രവേദിക്കുകയും നമ്മുടെ മാത്രമേ സ്വീകരിക്കാമെന്ന് സഹോദരൻ സദാശാസ്ത്രത്തോടെ ദൈവത്തിന് ശരീരം സ്വീകരിക്കാനോ ആവർത്തന തമാനം ചെയ്യാനോ ത്രിസഭ നമ്മളെ ക്ഷണിക്കുന്നു. കാരുണ്യമേ
Strung up some lights in LA, baby. Made us a place of our own desire. You had too much, but I won't say it. We all have our own medicine. Watching the Costa records playing. Where are they going this time of the night? I should dance even though I hate it. Holding you like I do. Falling again, falling again. I'm not scared to say so. Play it again, play it again. The music sounds like our love. The music sounds like our love. The ocean rain is soft and tragic, like the night you drove off in your car. We found a love there inside the madness, and it won't die so easy. Falling again, falling again. I'm not scared to say so. Play it again, play it again. The music sounds like our love. The music sounds like our love. Music sounds like our love. Strung up some lights in LA, baby. Made us a place of our own desire. We're up when we should sleep. വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് സെറമണിയിലേക്ക് ഓക്കെ, ആദ്യമായി നമുക്ക് തിരികെത്തിക്കാനായിട്ട് രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. പ്ലീസ്. Sounds with you. With the moon high, if we keep quiet, we could have the world to ourselves. Just a little while longer. Can have the world
Feels like the first time, every moment I'm with you. You still catch my eye with every little thing you do. It's like a river wild, running as free as it can be. Oh, it's waking up and realizing I'm still in a dream. Oh, let's go wherever the wind blows. Fly away where only the stars go. There's no end in sight. Let's get lost in time. Let's go wherever the wind blows. Wherever the wind blows. Wherever the wind blows.
to this day, every journey that brought us to this place. We're filled with wonder that words couldn't ever contain. This is what we've been waiting for. At the dawn of forevermore, we can stand on this ground so sure. This is what we've been waiting for. When the morning light brings us to our feet, we'll keep chasing what we were meant to be. We can feel it, we're ready for anything. This is what we've been waiting for. At the dawn of forevermore, we can stand on this ground so sure. This is what we knew we would find, leaving all of our doubts behind. We can stand on this ground so sure. This is what we've been waiting for. Give our dreams to the rising sun. Make our way, we have just begun. We're closer to heaven, there's so much ahead of us. We'll give our dreams to the rising sun. Make our way, we've just begun. We're closer to heaven, there's so much ahead of us. This is what we've been waiting for. At the dawn of forevermore, we can stand on this ground so sure. This is what we knew we would find, leaving all of our doubts behind. We can stand on this ground so sure. This is what we've been waiting for. These are the days where moments are made. Now or wait, we're born to fly. The world is ours, let's eclipse the stars and make it shine. Now's the time. Today's the day. Now's the time for all our dreams to come alive. Today's the day to see the world in a whole new light. Now's the time. Now's the time. Now's the time. Now's the time. Time. Today's the day. Now's the time. Now's the time. Now's the time. Time. Now's the time. Now's the time. We hung the moon and made mountains move. We climbed the top of highest heights. We can do anything now. We open our wings. We're catching flight. Now's the time. Today